ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കുന്നത് സ്റ്റാൻഡേർഡ് 6ലെ മാത്തമാറ്റിക്സിലെ പാർട്ട് 1 ആട്ടോ എടുക്കുന്നത്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആംഗിൾസ് ആണ് കേട്ടോ. ഇതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആംഗിൾസിനെ സർക്കിൾ എന്നാണ് ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് സർക്കിളിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നതാണ് അല്ലേ. അത് നമ്മളെന്താണ് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ, 5ാം ക്ലാസ്സിലെ ബുക്കിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു സർക്കിൾ വരച്ചതിന് ശേഷം എന്താണ് ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ചാൽ നമുക്ക് എന്താക്കാം ഇവിടെയും ഇവിടെയും വരയ്ക്കുക. പിന്നെ എന്താണ് ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ചിട്ട് 4 പാർട്സ് ആയിട്ട് കിട്ടും ഈ ഭാഗം അല്ലേ. പിന്നെ അതുപോലെ സെറ്റ് സ്ക്വയറിൻ്റെ മറ്റേ ഭാഗം അല്ലേ, ഈ ഭാഗം എന്താണ് ഈ ഭാഗം എടുത്തിട്ടാണ് ഇതിനെ ചെയ്തത്. ഇനി മറ്റേ ഭാഗം വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എത്ര എണ്ണം കിട്ടും? നമുക്ക് 8 എണ്ണം കിട്ടും അല്ലേ. അങ്ങനെ ഇവിടെ അത് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ഇനി എന്താണ് മെഷർ ഓഫ് എൻ ആംഗിൾ അല്ലേ. എന്താണ് നമുക്ക് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് എന്താക്കാം നമ്മൾ സർക്കിളിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെന്താണ് യൂസിങ് കോർണർ ഓഫ് എ സെറ്റ് സ്ക്വയർ വി ക്യാൻ ഡിവൈഡ് സർക്കിൾ ഇൻറ്റു 3, 4 or 6 പാർട്സ് അല്ലേ. സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നമ്മൾ എന്താണ് സർക്കിളിനെ നമ്മൾ 3, 4, 6 പാർട്സുകളൊക്കെ ആക്കാൻ പറ്റും അല്ലേ. പിന്നെ ക്യാൻ വി മേക്ക് 5 ഈക്വൽ പാർട്സ്, നമുക്ക് 5 ഈക്വൽ പാർട്സ് ആക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ യൂസിങ് കോർണേഴ്സ് ഓഫ് എ സെറ്റ് സ്ക്വയർ വി കനോട്ട് മേക്ക് സച്ച് ആൻ ആംഗിൾ അറ്റ് ദ സെൻറ്റർ അല്ലേ. അപ്പോൾ എന്താണ് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റില്ല, കോർണറിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സെറ്റ് സ്ക്വയറിൻ്റെ കോർണർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റില്ല, 5 ഈക്വൽ പാർട്സ് ആക്കാൻ കഴിയില്ല അല്ലേ. അപ്പോൾ എന്താണ് അതിന് നമുക്ക് ചില മെത്തേഡ് ആവശ്യമാണ് അല്ലേ. വി നീഡ് സം അതർ മെത്തേഡ് ടു ഡ്രോ ആൻഡ് മെഷർ ആംഗിൾസ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ്. മെഷർ ലെങ്ത്സ് ഓഫ് ലൈൻ സ്റ്റാർട്ടിങ് വിത്ത് സ്മോൾ ലെങ്ത് സച്ച് ആസ് മില്ലിമീറ്റർ ആൻഡ് സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, നമുക്ക് വേറെ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്താ പറ്റും ഈ ആംഗിൾ ഉണ്ടാക്കാം അല്ലേ. ആംഗിളിനെ മെഷർ ചെയ്യാൻ പറ്റില്ല, ഡിഫറെൻറ്റ് സൈസ് ആയിട്ടുള്ള. അതുപോലെ എന്താണ് ആ ലൈൻസിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യുക. പിന്നെ സ്മോൾ ലെങ്ത്ത് ആണെങ്കിൽ എന്താണ് മില്ലിമീറ്ററും സെൻറ്റിമീറ്ററും ഒക്കെ ആയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലേ. പിന്നെ നോക്കൂ ഇവിടെ വരുന്നത് എന്താ ഇത് 1 ആംഗിളാണ് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ജോമെട്രി ബോക്സിലുള്ളൊരു മെഷർ എന്താണ് ഒരു ഇതുണ്ട് അല്ലേ. ഇതിന് പറയുന്നത് എന്താണ് ഇതിന് പറയുന്ന പേരാണ് പ്രൊട്രാക്ടർ അല്ലേ. എന്താണ് പ്രൊട്രാക്ടർ എന്ന് പറയും അല്ലേ. അപ്പോൾ നോക്കി ഈ പ്രൊട്രാക്ടറിനെ കുറിച്ച് കുറച്ച് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക കേട്ടോ. ഈ പ്രൊട്രാക്ടറിൽ നോക്കിയ ആംഗിൾസ് ഇവിടെ നോക്കൂ 0, 10, 20, 30 ഇങ്ങനെ പോയിട്ട് ഇത്രയാണ് 180 വരേണ്ടത് അല്ലേ. ഇത് ഇവിടുന്ന് പോകുമ്പോഴാണ് അല്ലേ. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ 0, 10, 20 പറഞ്ഞിട്ട് 180 അല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, നമ്മൾ ഇപ്പോൾ ഒരു ലൈന് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗം വെച്ചിട്ടാണ് എന്താക്കുന്നത് നോക്കുക. ഇവിടുന്ന് അതായത് കാണിച്ചു തരാം. ഇതാ ഇവിടെ ഇതെല്ലാം ഇത് വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഓക്കെ ഈ ലൈൻ അളക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഈ ലൈൻ ഇപ്പോൾ ഇവിടെ ഒരു ലൈൻ ഉണ്ട്. പിന്നെ അതുപോലെ എന്താണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ ഞാൻ വരച്ചു. ഓക്കെ ഇങ്ങനെ ലൈൻ വരച്ചു വിചാരിച്ചോ. അപ്പോൾ നമ്മൾ എന്താണ് ഈ നടുക്കുള്ള ഈ പോയിന്റിലാണ് ഈ 2 ലൈൻ ജോയിൻ ചെയ്യുന്ന സ്ഥലമില്ലേ, അവിടെ ഈ 0 പാർട്ട് ഇവിടെ വെക്കണം. എന്നിട്ട് എന്താക്കുക ഈ ലൈനിൻ്റെ അവിടെ 0 വെക്കുക. ഓക്കെ 0 വെച്ചിട്ട് നമുക്ക് ഈ ലൈനിൻ്റെ എവിടെയാണ് വരുന്നത് അതിലേക്ക് നോക്കുക. അപ്പോൾ 0 ഇവിടെ 10, 20, 30 അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഓക്കെ എത്രയാണ് 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ മുകളിൽ ഒരു ചെറിയൊരു കുഞ്ഞു പൂജ കേട്ടോ, അങ്ങനെ ഉണ്ട് കേട്ടോ. പൂജയാണ് അവിടെ ഉണ്ട്. അപ്പോൾ 30 ഡിഗ്രി എന്ന് വരും. മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് എന്താക്കുന്നത് നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് ആംഗിൾ അളക്കുന്നത് കേട്ടോ. അപ്പോൾ ആ പ്രൊട്രാക്ടർ നിങ്ങളെ ബോക്സിലുള്ള പ്രൊട്രാക്ടർ ഇല്ലേ, ആ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഈ ആംഗിൾ ഒന്ന് നടന്നു നോക്കുക, ഈ ആംഗിളൊക്കെ നടന്നു നോക്കിയേ. അപ്പോൾ നമുക്ക് ഇത് എന്ത് കിട്ടും 0, 10 അല്ലേ. അപ്പോൾ 10 ഡിഗ്രിയാണ് ഇവിടെ ഉണ്ടാവുക അല്ലേ. ഇതാണെങ്കിൽ 40 ഡിഗ്രി അല്ലേ. അങ്ങനെ ആയിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ നമുക്ക് പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇങ്ങനെ അളക്കാൻ പറ്റും കണ്ടോ. ഇവിടെ ഈ ജോയിന്റ് ഈ ലൈൻ ജോയിൻ ചെയ്യുന്ന അവിടെ ആയിരിക്കണം ഈ 19 ഡിഗ്രീൻ്റെ ഈ ഇവിടെ വരുന്ന ഈ ലൈൻ ടച്ച് ചെയ്യുന്ന സ്ഥലമല്ലേ, അവിടെ ഈ പോയിന്റിൻ്റെ അവിടെ വെക്കണം. ഓക്കെ എന്നിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് എന്താക്കുന്നത് നമ്മൾ ഇത് അളക്കുന്നത്. അപ്പോൾ ഇവിടെ 0 വരുന്നത് 0, 10, 20, 30, 40, 50. അപ്പോൾ ഇത് 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് 50 ഡിഗ്രി എന്ന് ഇങ്ങനെ എഴുതുക കേട്ടോ. ഓക്കെ അങ്ങനെയാണ് ഇവിടെ വരുന്നത്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ 2 ലൈൻ ജോയിൻ ചെയ്യുമ്പോൾ ആണ് എന്താക്കുന്നത് ഒരു ആംഗിൾ ഉണ്ടാകുന്നത്. ഓക്കെ 2 ലൈൻ ജോയിൻ ചെയ്യുമ്പോഴാണ് എന്ത് ആംഗിൾ ഉണ്ടാകുന്നത്. ആ ആംഗിൾ അളക്കുന്നതാണ് എന്ത് ഈ പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മൾ അളക്കുന്നത് കേട്ടോ. പിന്നെ ഇത് നോക്കൂ, ഇത് ഇതാ ഇവിടെ ഈ ലൈൻ ജോയിൻ ചെയ്യുന്ന ഈ സ്ഥലത്തിൻ്റെ ഇവിടെയാണ് നമ്മൾ 0 ഈ
90 ഡിഗ്രീൻ്റെ ആ ലൈൻ നേരെ ഇവിടെ ടച്ച് ചെയ്യണം, ആ ജോയിൻ്റ് സ്ഥലം. അപ്പോൾ എന്താക്കുക, ഇവിടുന്ന് നമ്മൾ വരുമ്പോൾ ഇവിടെ 0, 10, 20, 30, പിന്നെ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് അളക്കാൻ പാടില്ല കേട്ടോ. 0 എവിടെയാണ് ലൈമ ജോയിൻ ചെയ്തിരിക്കുന്നത് അവിടുന്ന് ഇങ്ങോട്ട് എണ്ണീട്ട് ഇവിടെ എത്രയാണ് 130. ഓക്കെ, ഇതാണ് 130. ഇനി ദെൻ നെക്സ്റ്റ് എന്താണ്, ചിലപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഉണ്ടാവും കേട്ടോ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഉണ്ടാവും. അപ്പാണ് എന്ത് ഈ ഭാഗത്തുള്ള ഈ 0, 10, 20, 30 ഉപയോഗിക്കേണ്ടത്. അപ്പോൾ 0 എന്താണ് എവിടെ ഈ ഭാഗത്തല്ല വരുന്നത്. അപ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ വെക്കുമ്പോൾ 0 ഈ ഭാഗത്ത് വരുമ്പോൾ ഈ പ്രൊട്രാക്ടറിൻ്റെ ഈ ഭാഗത്തുള്ളതാണ് എണ്ണേണ്ടത് കേട്ടോ. 0, 10, 20, 30, 40, 50. ഓക്കെ, അപ്പോൾ 50 ഡിഗ്രി. ഇത് ചില കുട്ടികൾക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ് കേട്ടോ, അധികം കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ഇങ്ങനെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇനി പ്രൊട്രാക്ടർ വെച്ച് ഇത് പിന്നെ അതുപോലെ ഇങ്ങനെ ഈ ഇത് എത്ര ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ച് അത് നോക്കുക. അപ്പോൾ 90 ഡിഗ്രി ആയിരിക്കും കിട്ടുക കേട്ടോ. ഓക്കെ, ദെൻ അപ്പോൾ 90 ഡിഗ്രിക്ക് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ 90 ഡിഗ്രി പറയുക കേട്ടോ. അല്ലെങ്കിൽ മറ്റേ എന്താക്കും, നമ്മളൊരു ആർക്കായിട്ട് നമ്മൾ എഴുതിയിട്ട് ഇവിടെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ആർക്കാക്കിയിട്ടല്ലേ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് 50 ഡിഗ്രി. 90 ഡിഗ്രി ആകുമ്പോൾ എന്താണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ഒരു റെക്റ്റാങ്കിളിൽ എന്ന് വെച്ചിട്ടാണ് നമ്മൾ എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ മെഷർ ഓൾ ആംഗിൾസ് ബിലോ ആൻഡ് റൈറ്റ് നെയിംസ് ആൻഡ് സൈസസ് ഇൻ ഡിഗ്രീസ് ബിലോ ഈച്ച്. എന്താണ് ഈ എല്ലാ ആംഗിൾസും താഴെയുള്ള എല്ലാ ആംഗിൾസും എന്താക്കുക, നിങ്ങൾ അളന്നിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് ഇട്ടത് എന്താണ് ABC അല്ലേ. അപ്പോൾ അളക്കുക, പ്രൊട്രാക്ടർ വെച്ച് അളന്ന് നോക്കുക എത്ര കിട്ടുന്നത് നോക്കിയേ. അപ്പോൾ നമുക്ക് കിട്ടിയത് 60 ഡിഗ്രി ആട്ടോ കിട്ടുക. എത്രയാണ് 60 ഡിഗ്രി എന്നാണ് കിട്ടുക അല്ല, നിങ്ങൾക്ക് 60 ഡിഗ്രി കിട്ടിയേ. അപ്പോൾ നമ്മളിത് എങ്ങനെ എഴുതുക അറിയോ, നമ്മൾ എഴുതുക ഇതാ, ഇത് ABC അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആണ് നമ്മൾക്ക് അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കും, ആംഗിൾ ഇങ്ങനെ ഇടും, ആംഗിൾ ABC ഈക്വൽ ടു എത്ര നമുക്ക് കിട്ടിയത് 60 ഡിഗ്രി എന്നല്ലേ. അപ്പോൾ 60 ഡിഗ്രിന്ന് നമ്മൾ എഴുതും കേട്ടോ. ഇങ്ങനെയാണ് എഴുതുക കേട്ടോ. അപ്പോൾ ആംഗിൾ ABC ഈക്വൽ ടു 60 ഡിഗ്രി. ഇനി അടുത്ത എന്താണ് ആംഗിൾ EDF അല്ലേ. ഇങ്ങനെ ആംഗിൾ EDF എന്നും പറഞ്ഞിട്ട് നിങ്ങൾ എന്താക്കുക, അത് അളന്ന് നോക്കുക എത്ര കിട്ടുന്നത് നോക്കിയേ. അപ്പം 40 ഡിഗ്രി ആയിരിക്കില്ലേ. അപ്പം ആംഗിൾ അതേപോലെ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ചിഹ്നം ഇടണം കേട്ടോ, ഈ ചിഹ്നം ഇടണം. ആംഗിൾ EDF എന്നും പറഞ്ഞിട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്താക്കുക, നിങ്ങൾക്ക് എത്ര 40 എത്രയാണ് കിട്ടിയെച്ചാൽ അത് എഴുതുക കേട്ടോ. ഓക്കെ, അതുപോലെ ഈ താഴെ ഉള്ളതും നിങ്ങൾ എന്താക്കണം, നിങ്ങൾ അളന്നിടുക. ഇതൊക്കെ എങ്ങനെയാണോ വരുന്നത് ആ 0ന്റെ നേരെയാണ് പ്രൊട്രാക്ടർ വെക്കേണ്ടത് കേട്ടോ. എന്നിട്ട് 0 വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് എണ്ണുക കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് എണ്ണേണ്ടത് ഈ 2 ലൈൻ ജോയിൻ ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ആ എന്താണ് 0 മുതൽ എണ്ണേണ്ടത് കേട്ടോ. കൺഫ്യൂഷൻ ആവരുത്. ഇനി അടുത്ത് നോക്കുക, മെഷർ ആൻഡ് റൈറ്റ് ഓൾ ആംഗിൾസ് ഓഫ് ദ ഫിഗർ ബിലോ. എന്താണ് ഇവിടെ മെഷർ ചെയ്യുക താഴെയുള്ള എല്ലാ ആംഗിൾസിന് എത്രയാണുള്ളത്. ഇത് എത്രയാണ്, ഇത് നിങ്ങൾ അളന്ന് നോക്കിയാൽ 60 ഡിഗ്രി കിട്ടില്ല. അത് ഇത് എത്രയായിരിക്കും 90 ഡിഗ്രി അല്ലേ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ അളന്ന് നോക്കുക കേട്ടോ. ഇതെല്ലാം എത്രയാണ്, ഇതൊക്കെ 60 ഡിഗ്രി, ഇതൊക്കെ എന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് അളന്ന് നോക്കുക കേട്ടോ. അപ്പോൾ 100, 120 ഒക്കെ കിട്ടൂല. അത് നോക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കിയാൽ ഡ്രോയിങ് ആൻഡ് ആംഗിൾ. ഇനി ആംഗിൾ എന്താണ് വരയ്ക്കുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ തന്ന ആംഗിൾ നമ്മൾ അളക്കാനാണ് നമ്മൾ പഠിച്ചത്. ഇനി എങ്ങനെയാണ് തന്ന എന്താണ് ഡിഗ്രി തന്നാൽ നമ്മൾ ആംഗിൾ വരയ്ക്കാന്നാണ്. നോക്കൂ, ഇവിടെ എങ്ങനെയാണ് ആംഗിൾ വരച്ചത് നോക്കിയാൽ ആദ്യം നമ്മൾ എന്താ ഇപ്പോൾ ഈ 40 ഡിഗ്രി ഉള്ള ഒരു ആംഗിളാണ് നമുക്ക് വരയ്ക്കേണ്ടത് വെച്ചാൽ. അപ്പോൾ നിങ്ങൾ ആദ്യം വരയ്ക്കേണ്ടത് സ്ട്രെയിറ്റ് ആയിട്ട് AB എന്ന് പറഞ്ഞ ലൈൻ വരയ്ക്കുക. സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുക. സ്കെയിൽ എടുത്തിട്ട്, സ്കെയിൽ എടുക്കണേ, സ്കെയിൽ എല്ലാം വേണം, നമ്മളെ കയ്യിൽ പ്രൊട്രാക്ടറൊക്കെ വേണേ. അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് AB എന്ന് പറഞ്ഞൊരു ലൈന് വരയ്ക്കുക. എന്നിട്ട് അവിടെ AB എന്ന് കൊടുക്കുക. എന്നിട്ട് എന്താക്കുക, പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇതേപോലെ വെക്കുക. നമുക്ക് 40 ഡിഗ്രിയാണ് 40 ഡിഗ്രിയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ 0ൻ്റെ അവിടെ ഇവിടെയാണ് അല്ലേ. അല്ല ഇവിടെ അല്ല, ഇവിടെ എടുക്കരുത് കേട്ടോ. ഇവിടേക്ക് ലൈൻ ഇല്ലല്ലോ. ലൈൻ എവിടേക്കാണോ ആ 0 ഉള്ളത് അതാണ് നോക്കേണ്ടത് കേട്ടോ. ഇങ്ങോട്ടല്ല ലൈന്, ഇങ്ങോട്ടേക്കാ ലൈന്. അതുകൊണ്ട് ഇവിടെ ഉള്ള 0 എടുക്കുക. എന്നാൽ 0, 10, 20, 30, 40 ഈ 40 എടുക്കുക കേട്ടോ. അപ്പോൾ എന്താക്കുക, ഇവിടെ ഒരു കുത്തിടുക. പ്രൊട്രാക്ടറിൻ്റെ ഈ 40ൻ്റെ നേരെ ഇവിടെ ആയിട്ട് കുത്തിടുക. എന്നിട്ട് എന്താക്കുക, ഒരു സ്കെയിൽ എടുത്തിട്ട് കറക്റ്റായിട്ട് പ്രൊട്രാക്ടർ ഒഴിവാക്കിയിട്ട് സ്കെയിൽ എടുത്തിട്ട് ആ കുത്തിട്ടതും ഇവിടെ ഉള്ള ഈ ജോയിൻ ചെയ്ത ഈ സ്ഥലമില്ലേ അതങ്ങോട്ട് ജസ്റ്റ് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് എന്താക്കുക, അവിടെ 40 ഡിഗ്രി എന്ന് എഴുതുക. ഓക്കെ, ഇനി ഇങ്ങനെ തിരിച്ച് വരയ്ക്കാൻ പറ്റുമോ? തിരിച്ചും വരയ്ക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണല്ലേ നമ്മൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് അളന്നത്. ഇനി തിരിച്ച് ഇങ്ങോട്ടേക്കാണ് വരുന്നതെങ്കിൽ ഈ പ്രൊട്രാക്ടർ ഇവിടെ വെക്കുക. എന്നിട്ട് ഇവിടെ വെച്ചതിന് ശേഷം 0 ഇപ്പോൾ ഇവിടേക്കല്ല വരുന്നത്. അപ്പോൾ 0, 10, 20, 30 എന്ന് പറഞ്ഞിട്ട് ഇതെന്താക്കുക, ഇങ്ങോട്ടേക്ക് വരച്ച് ഇവിടെ
പ്രൊട്രാക്ടർ പോയിന്റ് ചെയ്യുക. എന്നിട്ട് എന്താക്കുക, പ്രൊട്രാക്ടർ ഒഴിവാക്കിയിട്ട് ഈ ജോയിന്റിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, വരയ്ക്കുക. അപ്പോൾ സ്കെയിൽ എടുത്ത് വരയ്ക്കണേ. അപ്പോൾ 40 ഡിഗ്രി കിട്ടും. മനസ്സിലായല്ലോ? ഇനി നോക്കൂ, എ റെക്ടാങ്കിൾ ഹാസ് 4 ആംഗിൾസ്. വാട്ട് ഈസ് എ ഡിഗ്രി മെഷർ ഓഫ് ഈച്ച്? ഒരു റെക്ടാങ്കിളിന് 4 ആംഗിൾ ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡിഗ്രി മെഷർ എത്ര ആയിരിക്കും? ഓരോന്നിൻ്റെയും ഓരോ ആംഗിളിൻ്റെയും ഡിഗ്രി മെഷർ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? നമ്മളിവിടെ കണ്ടിട്ടുണ്ട് അല്ലേ? എവിടെയാ? റെക്ടാങ്കിളും എന്താണ് സ്ക്വയറും ഒക്കെ 90 ഡിഗ്രി ആയിരിക്കും കേട്ടോ. അടുത്ത് നോക്കൂ, ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് ലെങ്ത് 5 സെന്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 3 സെന്റിമീറ്റർ യൂസിങ് റൂളർ ആൻഡ് പ്രൊട്രാക്ടർ. എന്താണ്? ലെങ്ത് 5 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് 3 സെന്റിമീറ്റർ ഉള്ള ഒരു റെക്ടാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ആദ്യം ഒരു 5 സെന്റിമീറ്റർ ലെങ്ത്തിൽ വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക, ഒരു പ്രൊട്രാക്ടർ എടുക്കുക, 90 ഡിഗ്രി വെച്ചതിന് ശേഷം എന്താക്കുക, അവിടെ ഒരു കുത്തിടുക. എന്നിട്ട് എന്താക്കുക, ഈ ബ്രെഡ്ത്ത് 3 സെന്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ സ്കെയിൽ എടുത്തിട്ട് 3 സെന്റിമീറ്ററിലേക്ക് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ചിലപ്പോൾ പ്രൊട്രാക്ടറിന്റെ മേലേക്കും അവിടെ കുത്തു വന്നിട്ടുണ്ടാകും. എന്നാലും നമ്മൾ എന്താക്കുക, അവിടേക്ക് പോകണ്ട. നിങ്ങൾ എന്താക്കുക, സ്കെയിൽ കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് സ്കെയിലിൽ 3 സെന്റിമീറ്റർ ഉള്ള അവിടെ വരെ വെച്ച് കുത്തിട്ടിട്ട് വരച്ചാൽ മതി കേട്ടോ. അതിൻ്റെ മേലോട്ടേക്ക് പോകരുത്. 3 സെന്റിമീറ്റർ തന്നെ ആവാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ ഇവിടെ മൂന്നാമത്തെ നോക്കൂ, ഡ്രോ ദ ഫിഗർ ഷോൺ ബിലോ വിത്ത് സ്പെസിഫൈഡ് മെഷേഴ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ തന്നിരിക്കുന്ന ഫിഗറിൽ വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക, നിങ്ങളെ നോട്ട്ബുക്കിൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുക. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, സ്കെയിൽ എടുത്തിട്ട് 4 സെന്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക, പ്രൊട്രാക്ടർ എടുത്തിട്ട് ഈ ഭാഗത്ത് 50 ഡിഗ്രി അളക്കുക. എന്നിട്ട് എന്താക്കുക, അവിടെ കുത്തിടുക. പിന്നെ അതുപോലെ ചിലപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇവിടെ കഴിക്കും കുത്തു എന്നുണ്ടാവുക. ഓക്കെ, അവിടെ കുത്തിടുക. പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഭാഗത്ത് 50 എടുക്കുക. പ്രൊട്രാക്ടറിനോട് അളന്നിട്ട് ഈ ഭാഗത്ത് 50 വെച്ചിട്ട് എന്താക്കുക, അളന്നിട്ട് ഇവിടെ കുത്തിടുക. എന്നിട്ട് എന്താക്കുക, കുത്തുന്ന ജോയിൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള ഇവിടെ ജോയിൻ ചെയ്ത് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ എന്താക്കുക, ഇവിടേക്ക് ബാക്കിയുള്ളതൊക്കെ മായ്ച്ച് കളയുക, ഇറേസ് ചെയ്ത് കളയുക കേട്ടോ. ഇതും അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, ദെൻ ഇതും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ ഇത് നമ്മൾ എന്താക്കുക, ഇത് 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്താക്കുക, ഇവിടുന്ന് ആദ്യം സ്ട്രെയിറ്റ് ലൈൻ 6 സെന്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 20 എടുക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 20 എടുത്തിട്ട് നീട്ടി വരയ്ക്കുക. അതേമാതിരി ഇവിടുന്ന് 20 എടുക്കുക, ഇവിടുന്ന് 20 എടുത്തിട്ട് നീട്ടി വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക, ജോയിൻ ചെയ്ത സ്ഥലത്ത് ബാക്കിയുള്ളതൊക്കെ എറേസ് ചെയ്ത് കളയുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് എന്താണ്, സർക്കിൾ ഡിവിഷൻ ആണ് കേട്ടോ. സർക്കിൾ ഡിവിഷൻ എന്താണ്? ആൻ ആംഗിൾ ഓഫ് 1 ഡിഗ്രി ഗോട്ട് ബൈ ഡിവൈഡിങ് എ സർക്കിൾ ഇൻറ്റു 360 ഈക്വൽ പാർട്സ് അല്ലേ? എന്താണ് ആംഗിളിൽ നമുക്ക് 1 ഡിഗ്രി വെച്ചിട്ട് എന്താണ് നമുക്ക് ഒരു സർക്കിളിലാണെങ്കിൽ എത്ര 360 ഈക്വൽ പാർട്സ് ഉണ്ടാക്കുക അല്ലേ? Put in this other way around by drawing 1 degree angle at the center, we can divide a circle into 360 equal parts. എന്താണ് വേറൊരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ സെൻറ്ററിലുള്ള ആംഗിളിൽ എന്താണ് ഈ എങ്ങനെയാണ് ചെയ്യുക, ഡ്രോ ചെയ്ത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എങ്ങനെയാണ്, സെൻറ്ററിൽ എന്താണ് 360 ഡിഗ്രി നമുക്ക് എന്താക്കാൻ പറ്റും, പ്രൊട്രാക്ടർ വെച്ച് അളന്ന് നോക്കുക. അപ്പം എന്താക്കാൻ കഴിയും, നമുക്ക് ഈ സർക്കിളിൻ്റെ ആംഗിൾ എന്താണ് 360 ഡിഗ്രി ആയിരിക്കും സെൻറ്റർ കേട്ടോ. ദെൻ പിന്നെന്താ ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഇമ്പോർട്ടൻ്റ് ഉള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് സർക്കിളിനെ നമുക്ക് എന്താണ് ഇങ്ങനെ വരയ്ക്കാൻ കഴിയുമല്ലോ. ഇതിന് ആംഗിൾ വെച്ച് എങ്ങനെ വരയ്ക്കാൻ നോക്കാം നമുക്ക്. ഇത് ആണെങ്കിൽ നമുക്ക് സെറ്റ് സ്ക്വയർ വെച്ചിട്ടാണെങ്കിൽ 90 ഡിഗ്രി ആണ് അല്ലേ? 90 ഡിഗ്രിയിൽ ഇത് വെച്ചിട്ട് നമുക്ക് എന്താക്കാം 4 പാർട്സ് കിട്ടും അല്ലേ? ഈ സെറ്റ് സ്ക്വയർ ഇല്ലാന്ന് വിചാരിച്ചു, സെറ്റ് സ്ക്വയർ ഇല്ല എങ്ങനെ വരയ്ക്കും, 8 പാർട്സ് ആക്കണം എന്ന് വിചാരിച്ചു. ഈ സർക്കിളിനെ 8 പാർട്സ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ഈ സർക്കിൾ എന്താണ് 360 ഡിഗ്രി ആണ് അല്ലേ, ഈ സെൻറ്റർ അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്, 8 പാർട്സ് ആക്കണം എന്നുണ്ടെങ്കിൽ 360 ഡിവൈഡഡ് ബൈ 8 ചെയ്യുക. അപ്പോൾ നമുക്ക് 45 എന്ന് കിട്ടും. അപ്പോൾ 45 വെച്ചിട്ട് എന്താക്കുക, നമുക്ക് ഈ ആദ്യം എന്താക്കുക, ഈ സെൻറ്ററിൻ്റെ ആണ് ഈ സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക, സെൻറ്ററിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ടോ എവിടെയെങ്കിലും ഒന്നേക്ക് എന്താക്കുക ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഞാൻ അങ്ങോട്ടേക്കാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. വരച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പ്രൊട്രാക്ടർ എടുത്തിട്ട് എന്താക്കുക 45 ഡിഗ്രിയിൽ നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്താക്കുക അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുക. പിന്നെയും പ്രൊട്രാക്ടറേക്ക് ഇവിടെ 0 എടുത്തിട്ട് പ്രൊട്രാക്ടർ ഒന്നും കൂടി പിടിക്കുക, 45 ഡിഗ്രി എടുത്തിട്ട് പിന്നെയും വരയ്ക്കുക. അങ്ങനെ നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് ഇങ്ങനെ ഈ സർക്കിളിനെ പാർട്സ് ആക്കാൻ പറ്റും. ഓക്കെ, ഇനി 5 ഈക്വൽ പാർട്സ് ആക്കാൻ പറ്റുമോ നേരത്തെ ചോദിച്ചിരുന്നു അല്ലേ? അപ്പോൾ എങ്ങനെയാണ് 5 ഈക്വൽ പാർട്സ് ആക്കുക?
360 സർക്കിളിന് എന്താണ് 360 ഉള്ളത് നമ്മൾ മറക്കരുത്. എന്താണ് 360 ആണ് സർക്കിളിന്റെ സെന്ററിൻ്റെ ഇത് അല്ലേ. അപ്പോൾ എന്താക്കുക 360 5 ഈക്വൽ പാർട്സ് ആക്കാനാണ് അല്ലേ. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്താൽ 72 എന്ന് കിട്ടും. ചെയ്ത് നോക്ക്. 360 ഡിവൈഡഡ് ബൈ 5, 360 ഹരിക്കണം 5 ചെയ്ത് നോക്ക്. 72 നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ആ 72 എന്താക്കുക, ഇങ്ങനെ ആദ്യം സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക, നിങ്ങൾ സെന്ററിന്ന് സർക്കിളിലേക്ക് ഒരു ലൈൻ വരച്ചതിന് ശേഷം പ്രൊട്രാക്ടർ എടുത്തിട്ട് 72 അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ 5 ഈക്വൽ പാർട്സ് കിട്ടും. നമുക്ക് സർക്കിളിന് എത്ര ഈക്വൽ പാർട്സ് ആക്കണം, ഇപ്പോൾ 8 ആക്കണം വിചാരിച്ചോ. അങ്ങനെ ആകുമ്പോൾ 360 ഡിവൈഡഡ് ബൈ 8. ഇനി സർക്കിളിനെ 7 പാർട്ട് ആക്കണം വിചാരിച്ചോ. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 7 ചെയ്യുക. എന്നിട്ട് കിട്ടിയ ആൻസർ എന്താക്കുക, പ്രൊട്രാക്ടർ വെച്ച് അളക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇവിടെ നോക്കിയേ, ഇത് 72ൻ്റെ പറഞ്ഞില്ല 5 പാർട്സ് ആക്കാൻ പറഞ്ഞ് 5 പാർട്സ് ആക്കിയില്ലേ. അതേപോലെ തന്നെ നമുക്ക് എത്ര പാർട്സ് ആക്കണോ അത്രയും പാർട്സ് ആക്കാം അല്ലേ. എന്താ ചെയ്യേണ്ടത്, സർക്കിളിനെ 360 ഡിവൈഡഡ് ബൈ എത്ര പാർട്ട് ആക്കണോ അത്രയും ആ നമ്പറിനോട് 360 ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എന്താക്കുക, ഈ പ്രൊട്രാക്ടർ എടുത്തിട്ട് എന്താക്കുക, നിങ്ങൾ വരയ്ക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അത്രയും സർക്കിൾ ആവും. ഇനി ഇവിടെ നോക്കൂ, ഈ ഭാഗം ടീച്ചർ എന്താക്കണം, എഴുതി വരച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഭാഗം ഞാൻ അടുത്ത വീഡിയോയിൽ എന്താണ് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.